The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. हरि ओम नमस्ते. संस्कृतकक्षां प्रति सर्वेभ्यः सुस्वागतम्. गतायां कक्षायाम् अस्माभिः नूतनस्य पाठस्य प्रवेशः कृतः आसीत्. पुरतो भ्रम लोकचक्र इत्यासीत् पाठस्य नाम. कः अर्थः? हे लोकचक्र, लोकचक्रमे പുറത്തോ ഭ്രമ, മുന്നോട്ട് തന്നെ സഞ്ചരിച്ചാലും, ലോകചക്രമേ നീ മുന്നോട്ട് തന്നെ പോയാലും എന്നാണ് ആ പാഠഭാഗത്തിൻ്റെ, ആ ശീർഷകത്തിൻ്റെ അർത്ഥം അല്ലേ. അസ്മിൻ പാഠേ അസ്മാഭിः മഹാകവിന കുമാരനാശാൻ മഹോദയേന വിരചിതസ്യ സീതാവിചാരലഹരി ഇതി സംസ്കൃതേ അനൂദിതസ്യ വാസ്തവികതയാ മലയാളേ ചിന്താവിഷ്ടയായ സീത ഇതി നാമ്നി പ്രസിദ്ധസ്യ കാവ്യസ്യ എൻ ഗോപാലപിള്ള മഹോദയേന കൃതം അനുവാദം സമീക്ഷ്യത്തെ. कृतः अनुवादः समीक्ष्यते. अतः आमुखविषये अस्माभिः चिन्ता गतकक्षायां कृता आसीत्. अद्य वयं प्रथमश्लोकं प्रविशामः. മലയാളത്തിൽ കുമാരനാശാൻ എഴുതിയിട്ടുള്ള അതിമനോഹരമായിരിക്കുന്ന ചിന്താവിഷ്ടയായ സീത എന്ന കാവ്യത്തിൻ്റെ എൻ ഗോപാലപിള്ള എന്ന സംസ്കൃത കവി സംസ്കൃതത്തിലേക്ക് അതിനെ അനുവാദനം ചെയ്തപ്പോൾ ആ സംസ്കൃത അനുവാദത്തിലെ ചില ശ്ലോകങ്ങളാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇന്ന് നമ്മൾ അതിലെ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്ന് കേട്ടിട്ട് വരാം അല്ലേ. വിശിഖാ നിശിതാ വിരമ്യതാം ക്ഷതമേയാത് സ്ഥിമിതം ന മേ മനഃ പുരതോ ഭ്രമ ലോകചക്ര മാം ത്യജ സീതാമിഹ താം ഹതാമഹോ. വിശിഖാ നിശിതാ വിരമ്യതാം ക്ഷതമേയാത് സ്ഥിമിതം ന മേ മനഃ പുരതോ ഭ്രമ ലോകചക്ര മാം ത്യജ സീതാമിഹ താം ഹതാമഹോ. നമ്മുടെ സ്കൂളിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിനിയായിരുന്ന കുമാരി കീർത്തന ആണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ശ്ലോകം ആലപിച്ചു തന്നത്. ഇനി വരുന്ന ശ്ലോകങ്ങളും അവരുടെ തന്നെ മധുരമായ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയും. ഈ അവസരത്തിൽ കീർത്തനക്കുട്ടിക്ക് സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമുക്ക് ശ്ലോകത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാലോ? ഓക്കെ. വിശിഖാ നിശിതാ വിരമ്യതാം ക്ഷതമേയാത് സ്ഥിമിതം ന മേ മനഃ പുരതോ ഭ്രമ ലോകചക്ര മാം ത്യജ സീതാം ഇഹ താം ഹതാമഹോ. ഇത് ശ്ലോകः പ്രായः. പദച്ഛേദം പ്രഥമം കുർമഃ. നമുക്ക് ആദ്യം പദച്ഛേദം ചെയ്യാം. വിശിഖാ, വിശിഖാഃ, നിശിതാഃ, വിരമ്യതാം. അവിടെ പദച്ഛേദമില്ല. ക്ഷതമേയാത്, ക്ഷതം ഏയാത്, ക്ഷതമേയാത് സ്ഥിമിതം ന മേ മനഃ പുരതോ ഭ്രമ, പുരതഃ ഭ്രമ, പുരതോ ഭ്രമ ലോകചക്ര മാം ത്യജ സീതാം ഇഹ, സീതാമിഹ, സീതാം ഇഹ താം ഹതാം അഹോ, താം ഹതാം അഹോ.
വിശിഖാഹ. നമുക്കിനി ഇതിൻ്റെ അന്വയം നോക്കി വരാം, എന്നാലേ നമുക്ക് പെട്ടെന്ന് അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. അപ്പം അന്വയം എന്താ? ഹേ നിശിതാഹ വിശിഖാഹ വിരമ്യതാം സ്ഥിമിതം മേ മനഃ ക്ഷതം ന ഏയാത് ലോകചക്ര ഇഹ പുരതഃ ഭ്രമ ഹതാം താം സീതാം മാം അഹോ ത്യജ. സീതയുടെ വേദനയിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. സീത ഉപേക്ഷിക്കപ്പെട്ട് തൻ്റെ ഭർത്താവായിരിക്കുന്ന അയോധ്യാധിപതിയുടെ സവിധത്തിലേക്ക് തൻ്റെ 2 മക്കളെയും അയച്ചതിന് ശേഷം, ലവകുശവും സംപ്രേഷ്യ, ലവകുശന്മാരെ അങ്ങോട്ട് അയച്ചതിന് ശേഷമാണ് സീത ഇത്തരം വിചാരലഹരിയിൽ ആണ്ടുപോഴുന്നത്. അതുകൊണ്ട് തന്നെ സീതയുടെ അവസാന കാലത്തെ ചിന്തകൾക്ക്, പൊതുവെ മനുഷ്യൻ്റെ അവസാന കാലത്തെ ചിന്തകൾ എന്തായിരിക്കും? അവരുടെ ലൈഫ് സമ്മറി ആയിരിക്കും, അല്ലേ? അവർ ആ ജീവിതകാലം കൊണ്ട് അനുഭവിച്ച പലതിനെയും അവർ ഓർത്തെടുക്കുക, അവരുടെ ജീവിതം അവസാനിക്കാറായി എന്ന് അവർക്ക് തന്നെ ഒരു ബോധ്യം വരുന്ന സന്ദർഭത്തിലാണ്, അല്ലേ? പൊതുവെ മനുഷ്യന്മാർ അങ്ങനെയല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ വയസ്സായി അങ്ങനെ ഇരിക്കുന്നവർ എന്തൊക്കെയാ പറയുക? അവരവരുടെ ചെറുപ്പകാലങ്ങളിലെയും മറ്റു കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് അതിൻ്റെ ഒരു സമ്മറിയാണ് പറയുക. ഓരോ സന്ദർഭം കൃത്യമായിട്ട് പറയുന്നുണ്ടാവില്ല, പക്ഷേ ഒന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അവർ അനുഭവിച്ച കാര്യങ്ങളിൽ നിന്ന് എൻ്റെ ജീവിതം ഇത്രയൊക്കെ തന്നെയുള്ളൂ എന്ന് പറയും. അതൊരു കൺക്ലൂസീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലേ? എൻ്റെ ജീവിതം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ശരി. എന്താ ഇപ്പം അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ മൈറ്റ് ബി തിങ്കിങ് സംതിങ്. അവരെന്തൊക്കെയൊക്കെയോ ആലോചിച്ചിട്ടാണ് ഈ അവസാനത്തെ ഈ ഡയലോഗ് പറഞ്ഞത്. നമ്മളത് കണ്ടിട്ടില്ലല്ലോ, നമുക്കതറിയില്ലല്ലോ. സോ സീതയും ഇവിടെ അതിന് സമാനമായിട്ടുള്ള ഒരു കൺക്ലൂസീവ് ഡയലോഗിൽ പറയുകയാണ്. ഹേ വിശിഖാഹ, അല്ലയോ വിശിഖാഹ. വിശിഖാഹ ശരാഹ, ശരങ്ങളെ. ഓക്കെ, ശരങ്ങൾ എന്ന് വെച്ചാൽ അമ്പുകൾ. എങ്ങനെയുള്ള അമ്പുകൾ? നിശിതാഹ വിശിഖാഹ. നിശിതം തീക്ഷ്ണം. തീക്ഷ്ണങ്ങളായിരിക്കുന്ന ശരങ്ങളെ വിരമ്യതാം. വിരമിച്ചു കൊള്ളുക. എന്താ വിരമിക്കുക എന്ന് വെച്ചാൽ നമ്മളറിയാലേ, ജോലിയിൽ നിന്ന് വിരമിച്ചു എന്ന് പറയും. എന്താ? ജോലി മതിയാക്കി പോന്നു, അല്ലേ? അവിടെ നിന്ന് മടങ്ങിപ്പോന്നു. അപ്പം നിശിതാഹ വിശിഖാഹ, തീക്ഷ്ണങ്ങളായിരിക്കുന്ന ശരങ്ങളെ വിരമ്യതാം. ഭവന്തഃ വിരമ്യതാം, നിങ്ങൾ ഒഴിവായിക്കോളൂ, നിങ്ങൾ മടങ്ങിപ്പോയിക്കോളൂ. പ്രതിനിവർത്യതാം. എന്നിട്ടോ ഇവിടെ ആരോടാണ് ഈ ശരങ്ങളോട് പറയണേ? ഏത് ശരങ്ങളാ എന്ന് നമുക്ക് അവസാനം പറയാം. സ്ഥിമിതം മേ മനഃ ക്ഷതം ന ഏയാത്. സ്ഥിമിതം ജഡീഭൂതം എന്ന അർത്ഥം കൊടുത്തിരിക്കുന്നത്. ജഡമാക്കി ചെയ്യപ്പെട്ടത്, മരവിച്ച എൻ്റെ മനസ്സ്. മേ മനഃ, എൻ്റെ മനസ്സ്. മരവിച്ചതാകുന്ന എൻ്റെ മനസ്സ് ക്ഷതം ന ഏയാത്. ക്ഷതം എന്ന് വെച്ചാൽ എന്താ? മുറിവ്, അല്ലേ? പരിക്ക്. ന ഏയാത് ന പ്രാപ്നോതി. എൻ്റെ ശരീരം, എൻ്റെ മനസ്സ് ഇനിയൊരു മുറിവ് പറ്റാത്ത വിധം മരവിച്ചു പോയിരിക്കുന്നു. സീതയുടെ ജീവിതത്തിലെ അനുഭവങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ നമുക്കറിയാം. സീത എന്ന കുമാരി ജനകൻ്റെ മകളായി മിഥിലയിൽ ജനിച്ചത് നേരിട്ട് മകളായിട്ടല്ല, അമ്മയിൽ നിന്നല്ല ജനിച്ചത്, മണ്ണിൽ നിന്നാണ് അവൾ പിറന്നത്. എന്നിട്ട് ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്ന അയോധ്യയുടെ രാജാവാകേണ്ടുന്ന ഒരുവന് അവൾ വിവാഹിതയാവുകയും അവിടെ വന്ന് രാജാവാകാൻ തൻ്റെ ഭർത്താവ് ഒരുങ്ങുന്നതിൻ്റെ തലേന്ന് ആണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന വനവാസത്തിനായിട്ട് അവൾക്ക് പുറപ്പെടേണ്ടിയും വരികയുണ്ടായി. അതിനിടയ്ക്ക് കൊടും ക്രൂരനായിരിക്കുന്ന ഒരു രാക്ഷസൻ അവളെ ആക്രമിച്ചു കൊണ്ടുപോയി രാക്ഷസിമാരുടെ പരിവാരത്തിനിടയ്ക്ക് മാസങ്ങളോളം അവളെ ഭക്ഷണമില്ലാതെ താമസിപ്പിച്ചു. അവിടെ നിന്ന് തിരിച്ചു വന്ന സീത 9.5 മാസത്തോളം ഗർഭിണിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഇരട്ടക്കുഞ്ഞുങ്ങളെ വയറിൽ പേറിക്കൊണ്ട് അവൾക്ക് കൊടുങ്കാട്ടിലേക്ക് താമസം മാറ്റേണ്ടി വന്നു. ഇതിൽ കൂടുതൽ എന്താണ് ഒരു സ്ത്രീ എന്ന നിലയിൽ സീത അനുഭവിക്കേണ്ടിയിരുന്നത്? അതുകൊണ്ട് തന്നെ സീതയുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതാകുന്ന സകല വേദനകളെയും സീത അനുഭവിച്ചു കഴിഞ്ഞു. ആ വേദനകളിൽ നിന്നെല്ലാം സീത മനസ്സിലാക്കിയത് എന്താണ്? ഈ ജീവിതവും ഈ ജീവിതത്തിൻ്റെ ഒരു നിസ്സാരതയാണ്. The next moment we think better is happening, it will go worse. അടുത്ത നിമിഷം ഏറ്റവും മികച്ചതായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ സീതയ്ക്ക് തിരിച്ചടിയുണ്ടായി. അത് അതിനേക്കാൾ മോശമായിട്ടുള്ള സന്ദർഭത്തിലേക്ക് നീങ്ങുകയാണ് ഉണ്ടായത്. സീതയുടെ ജീവിതത്തിലെല്ലാം അങ്ങനെയായിരുന്നു. നാളെ രാമൻ രാജാവാകണം, ഇന്ന് സീതയ്ക്ക് വനത്തിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിന്ന് സീത മനസ്സിലാക്കിയത് എന്താ? ഈ ജീവിതം
നാളെ നല്ലത് സംഭവിക്കും, നാളെ നല്ലത് സംഭവിക്കുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ബട്ട് ആക്ച്വലി യഥാർത്ഥത്തിൽ നമുക്ക് തിരിച്ചടികളാണ് ഈ ജീവിതത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെകളെക്കുറിച്ചുള്ള ആശങ്കകളോ അമിത പ്രതീക്ഷകളോ ഇല്ലാതെ ജീവിക്കുന്ന ഒരാൾ മാത്രമായിരിക്കും സന്തുഷ്ടനാവുക എന്നുള്ള ആശയത്തെ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് സീത പറയുന്നു, മേ മനഃ സ്ഥിമിതം മേ മനഃ, മരവിച്ചതാകുന്ന എൻ്റെ മനസ്സ് ക്ഷതം ന ഏയാത്, എൻ്റെ മനസ്സിന് ഇനിയൊരു മുറിവേൽക്കുമായിരിക്കില്ല എന്നാണ് അർത്ഥം. ഇനിയൊരു മുറിവ് ഏൽക്കാനുള്ള സാധ്യതയില്ല. ഭാവി കാലത്തിനെ പറ്റി കണക്കാക്കിക്കൊണ്ടാണ് പറയുന്നത്. കാരണം ഇനി എനിക്കൊരു പ്രതീക്ഷയോ ആ പ്രതീക്ഷാഭംഗം കൊണ്ടുള്ള ഒരു മുറിവോ ഏൽക്കാനില്ല. അപ്പം ഏതാണ് ഈ ശരങ്ങൾ? സീതയെ ലക്ഷ്യമാക്കി വരുന്ന ദുഃഖങ്ങളാണ് ഈ ശരങ്ങൾ. അത്തരം ദുഃഖങ്ങളോട്, ജീവിതത്തിൻ്റെ വിധിയുടെ തീരുമാനങ്ങളോട് സീത തുറന്നു പറയുകയാണ്, വിധിയുടെ തീരുമാനങ്ങളാകുന്ന തീക്ഷ്ണശരങ്ങളെ, നിങ്ങൾ എന്നിൽ മുറിവേൽപ്പിക്കുന്നതിനായിട്ട് ഇനിയും ശ്രമിക്കേണ്ടതില്ല. എൻ്റെ മനസ്സ് മരവിച്ചു കഴിഞ്ഞു. ആ മരവിച്ച മനസ്സിന് ഇനി മുറിവേൽക്കുകയില്ല. നമുക്കറിയാമല്ലേ, നമ്മൾ അമ്പ് വെച്ച് ഉന്നം പഠിക്കുന്നത് ഒരു മരക്കഷ്ണത്തിലോ അല്ലെങ്കിൽ അചേതനമായിരിക്കുന്ന ജീവനില്ലാത്തൊരു വസ്തുവിലായിരിക്കും. എന്തുകൊണ്ടാണ്? അതിന് വേദനിക്കില്ല. അതിൽ എത്ര തന്നെ ശരം തറപ്പിച്ചോളൂ, അതിന് വേദനിക്കില്ല. അതുപോലെ ജീവസ് അറ്റതാകുന്ന ഒരു ഹൃദയത്തിനുടമയാണ് ഞാനിപ്പോൾ, അതുകൊണ്ട് എനിക്ക് മുറിവേൽക്കുകയില്ല എന്ന് സീത വിശദമാക്കുന്നു. ക്ഷതം ന ഏയാത് എന്നിട്ട് പറയാണ്, ഹേ ലോകചക്ര, അല്ലയോ ലോകചക്രമേ. എന്താ ലോകചക്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം തന്നെ ഒരു ചക്രം അല്ലേ? നമ്മളൊക്കെ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ ഇതുവരെ മനുഷ്യന്മാരുണ്ടായതിൻ്റെ മൊത്തം ഒരു മണിക്കൂർ ക്ലോക്കാക്കി എടുത്താൽ, അതായത് മനുഷ്യൻ ഉണ്ടായത് മുതൽ ഈ നിമിഷം വരെ എന്നുള്ള കണക്ക് എല്ലാം കൂടി 1 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൈക്രോ മില്ലി സെക്കൻഡ്സിൽ ഒന്നുപോലും ആവാനുള്ള യോഗ്യത നമ്മുടെ ആയുസ്സിനുണ്ടാവില്ല. നമ്മൾ ആകെ 60 വർഷമോ 65 വർഷമോ മാക്സിമം പോയാൽ 90 95 വർഷമാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പോകുന്നത്. അതിനെ ഒന്ന് കണക്കാക്കി നോക്കിയാൽ ഏതാണ്ട് ഒരു 60 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ വെറും 21,000 ദിവസങ്ങളെ ഈ ഭൂമിയിൽ ചെലവഴിക്കുന്നുള്ളൂ. 21,000 ദിവസം ഇപ്പം കഴിയും. അതിൽ തന്നെ ഏതാണ്ട് ഇപ്പം ഇത്രയും പ്രായം എന്താണെന്ന് തന്നെ അറിയാണ്ട് കഴിഞ്ഞും പോയി. നഷ്ടമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ചെലവഴിക്കുന്നുള്ളൂ അവൻ്റെ ജന്മം കൊണ്ട്. പക്ഷേ ഈ ഭൂമി നിൽക്കുന്നുണ്ടോ? ഞാൻ മരിച്ചുപോയി, അതോടുകൂടി ഈ ഭൂമിയിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ആർക്കെങ്കിലും നിർത്താൻ പറ്റുമോ ഈ പ്രപഞ്ചത്തിൻ്റെ സഞ്ചാരത്തിന്? ഇല്ല. എൻ്റെ പൂർവികർ എങ്ങനെയാണോ ജനിച്ചത് അതുപോലെ എൻ്റെ അടുത്ത വംശവും ഈ ഭൂമിയിൽ അടുത്ത തലമുറയും ജനിക്കും, അതിൽ സംശയമില്ല. അപ്പം അതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചക്രമാണ് ഭൂമിയുടേത്. അതൊരിക്കലും പുറകോട്ട് സഞ്ചരിക്കില്ല. ഇനി നമുക്ക് വീണ്ടും 1600 പോവാം. എന്നിട്ട് എന്താ, ബ്രിട്ടീഷുകാർ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം വിട്ടു തരില്ലടാ എന്ന് പറയാം എന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. പോയത് പോയി, ഇനി അവസരമില്ല. അപ്പം അതുപോലെ മുന്നോട്ട് പോകുന്ന ഈ ചക്രത്തിനോട് ഒരിടത്തും നിൽക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അത് മനസ്സിലാക്കിയ സീത പറയാണ്, ഈ വിധിയുടെ സഞ്ചാരത്തെ തടയാൻ മനുഷ്യന് ശക്തിയില്ല എന്ന് മനസ്സിലാക്കിയ സീത പറയുകയാണ്, ഹേ ലോകചക്ര, ലോകമാകുന്ന ചക്രമേ, പുറത്തോ ഭ്രമ, നീ മുന്നോട്ട് തിരിഞ്ഞോ, നീ മുന്നോട്ട് പോയിക്കോളൂ. പക്ഷേ ഈ ലോകചക്രം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിൻ്റെ ഭാഗമാവുന്നുണ്ട് അല്ലേ? ഇപ്പോൾ 2000-ലോ 2005-ലോ ജനിച്ച നിങ്ങൾ 2005 മുതൽ 2020 വരെയുള്ള ലോകചക്രത്തിൻ്റെ ഭ്രമണത്തിൽ നിങ്ങളും ഭാഗമാണ് അല്ലേ? ആ ചക്രം കറങ്ങുന്നതിൽ നിങ്ങളുമുണ്ട്. ആ ലോകത്തിൽ നിങ്ങളുണ്ടെങ്കിൽ ലോകചക്രം കറങ്ങുമ്പോൾ നിങ്ങളുമുണ്ട്. നിങ്ങൾ 2070-ലോ 2075-ലോ നിങ്ങൾ ജീവിച്ചിരുന്ന നമ്മുടെ കാര്യത്തിലൊന്നും വലിയ ഗ്യാരണ്ടി ഇല്ല കേട്ടോ. നാളെ മറ്റന്നാളെ പോയാലും മതി, പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കാലത്ത് മരിക്കുന്നത് വരെ ഈ ലോകചക്രത്തിൻ്റെ കറക്കത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളുണ്ട്. പക്ഷെ സീത പറയുന്നത് ഇവിടെ, നീ മുന്നോട്ട് പോക്കോ. പുറത്തോ ഭ്രമ ഇഹ പുരതഃ ഭ്രമ, ഇപ്പോൾ നീ മുന്നോട്ട് പോവുക, ഇവിടെ നീ മുന്നോട്ട് പോവുക. ഹതാം താം സീതാം, ഹതാം മൃതാം, മരിച്ചു പോയ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതായ ആ സീതയെ, കൊല്ലപ്പെട്ടവളായ ആ സീതയെ, സീതയാകുന്ന എന്നെ, മരിച്ചുപോയവളാകുന്ന സീതയാകുന്ന എന്നെ, ജീവനില്ലാത്തവളാകുന്ന എന്നെ, അഹോ ത്യജ. അഹോ എന്നുള്ള വിളി, അതിനെ ഞാൻ എങ്ങനെ വ്യാഖ്യാനിക്കും? എന്നെ ഉപേക്ഷിക്കൂ എന്ന് പറയുന്നിടത്ത് ഒരു അയ്യോ എന്നെ ഉപേക്ഷിച്ചോട്ടോ എന്ന് പറയുന്നിടത്ത് അയ്യോ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം എന്ന് വെച്ചാൽ അത് വികാരത്തിൻ്റെ പ്രകടനമാണ്. അത് നമുക്ക് വാക്കുകളെ കൊണ്ട് പറഞ്ഞു വർണ്ണിക്കാൻ പറ്റില്ല. അപ്പം സീത പറയുന്നു,
ഹേ ലോകചക്രമേ, നീ മുന്നോട്ട് തന്നെ സഞ്ചരിക്കുക, എന്നെ കാത്തു നിൽക്കണ്ട. ഇനി എന്തെങ്കിലും ഒന്ന് സീതയ്ക്ക് ഈ ലോകചക്രത്തിനായിക്കൊണ്ട് ഡൊണേറ്റ് ചെയ്യാനില്ല. സീത എന്ന രാജകുമാരി ജനകന്റെ പ്രിയപുത്രിയായി ജനിച്ച് ശ്രീരാമന്റെ പ്രിയപത്നിയായി ജീവിച്ച് ശ്രീരാമന്റെ റാണിയായി മാറി ശ്രീരാമന്റെ വംശത്തെ പോറ്റുന്നതിന് വേണ്ടുന്ന ലവകുശന്മാരെന്ന് പറയുന്ന 2 സന്തതികളെ ഉദ്ഭവിപ്പിച്ചതിന് ശേഷം ഇനി സീത എന്ന നിലയ്ക്ക് ഈ ഭൂമിയിൽ ചെയ്യേണ്ടതായിട്ട് സീതയ്ക്ക് ഒന്നും തന്നെ ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ ഹേ ലോകചക്രനെ, എന്നെ ഉപേക്ഷിച്ചോളൂ. എന്തുകൊണ്ട്? ഹതാമിഹ, ഞാൻ മരിച്ചിരിക്കുന്നു. എന്തർത്ഥത്തിൽ? ഇനി ഒന്നും ചെയ്യാനില്ലാതെ ഇവിടെ ജീവിച്ചിട്ടെന്ത് കാര്യം? ഒരു ജന്മം ഭൂമിയിൽ ഉണ്ടായാൽ ആ ജന്മത്തിന് പല ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളെല്ലാം സാധിച്ചു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ലക്ഷ്യത്തിൻ്റെ നിവൃത്തി വരുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എന്താ കാര്യം? വിവേകാനന്ദ സ്വാമിയൊക്കെ മരിക്കുന്ന ദിവസം, വിവേകാനന്ദ സ്വാമി 39ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. ഈ 39ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്ന ദിവസം അദ്ദേഹം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ നേരം തൻ്റെ ശിഷ്യന്മാർക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുത്തു. ഇത്ര കാലം അദ്ദേഹം ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടില്ലാത്ത പല വേദാന്ത രഹസ്യങ്ങളും അന്നത്തെ ക്ലാസ്സിൽ അദ്ദേഹം ചർച്ച ചെയ്തു. അങ്ങനെ ഒരു ഗുരുവെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ചെയ്യേണ്ടതാകുന്ന കർമ്മത്തിൻ്റെ വരെ പൂർത്തി വരുത്തിയതിനു ശേഷം അന്നേ ദിവസം താൻ മരിക്കുമെന്ന് മനസ്സിലാക്കി സാധാരണ നിലയ്ക്ക് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ശരീരത്തിനെ ഇവിടെ സംസ്കരിക്കണമെന്ന് ആ ദിവസം അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടാണ് മരിച്ചത്. അത്രത്തോളം മഹാത്മാക്കൾക്ക് തങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുവോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവും. സീത തീർച്ചയായും സ്ത്രീരത്നമാണ്. അവർക്ക് തീർച്ചയായിട്ടും അറിയാം അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞോ ഇല്ലയോ എന്ന്. അങ്ങനെ കഴിഞ്ഞു മനസ്സിലാക്കിയ സീത ഇതാ പറയുന്നു, എന്നെ ഉപേക്ഷിച്ച് നീ മുന്നോട്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. എന്താ അന്വയാർത്ഥം? ഹേ തീക്ഷ്ണാഹ ശരാഹ പ്രതിനിവൃത്യത, തീക്ഷ്ണങ്ങളായിരിക്കുന്ന മൂർച്ചയേറിയ ശരങ്ങളെ മടങ്ങിപ്പോയിക്കൊള്ളുക. ജഡീഭൂതം മമ അന്തഃകരണം വ്രണിതം ന പ്രാപ്നുയാത്, ജഡതുല്യമായിരിക്കുന്ന എൻ്റെ ഈ അന്തഃകരണത്തിൽ, അന്തഃകരണം മനഃ, ആ മനസ്സിൽ വ്രണിതം ഇനിയൊരു പരിക്ക് ന പ്രാപ്നുയാത് ഉണ്ടാവുകയില്ല. ഹേ പ്രപഞ്ചരാശേ, അല്ലയോ പ്രപഞ്ചചക്രമേ, പുരോഭാഗേ ഭ്രമണം കുരു, മുന്നോട്ട് തന്നെ നീ തിരിഞ്ഞുകൊണ്ടിരിക്കും. മൃതാം, മൃതാം എന്ന് പറയുന്നത് മരിച്ചുപോയ സീത എന്ന് പറയുമ്പോൾ എങ്ങനെയാ? മരിച്ചുപോയ സീത ഇപ്പം എന്താ പറഞ്ഞുകൊണ്ടിരിക്കണം? സീത എന്താ പ്രേതമായോ എന്ന് ചോദിച്ചാൽ അതല്ല. മരിച്ചുപോയ സീത, മനസ്സുകൊണ്ട് മരിച്ചുപോയ സീത, തൻ്റെ കർമ്മങ്ങളെല്ലാം അവസാനിച്ച സീത, ഇനി ശരീരമാത്രമായി അവശേഷിക്കുന്ന സീത. അങ്ങനൊരു സീതയെ കൊണ്ട് കാലചക്രത്തിന് ഇനി ഒന്നും ചെയ്യാനില്ല. കാലചക്രത്തിന് വേണ്ടി ചെയ്യാൻ സീതയ്ക്കും ഒന്നും ബാക്കിയില്ല. അങ്ങനെ ഇരിക്കെ മാം ത്യജ, എന്നെ ഉപേക്ഷിക്കൂ, നീ നിന്റെ പാട് നോക്കിപ്പോ, തും തുമാര പാട് തേക്കോ എന്ന് പറഞ്ഞ് സീത അവിടെ മുന്നോട്ട് വിടുകയാണ്. താദൃശിയും സീതാനാമിനിയും മാം, മരിച്ചു പോയതാകുന്ന സീത എന്ന് പേരുള്ളവളാകുന്ന തന്നെ, അതാണ് അവിടെ സീതാനാമിനിയും എന്ന് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് നെയിം ഐ ആം എക്സിസ്റ്റിംഗ്. സീത എന്നൊരു വ്യക്തി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. സീത എന്ന് പറയുന്ന വ്യക്തിക്ക് ചെയ്യേണ്ടതായിട്ടോ സീതയെ കൊണ്ട് ലോകത്തിന് നിവർത്തിക്കേണ്ടതായിട്ടോ ഇനിയൊന്നും ബാക്കിയില്ല. അതുകൊണ്ട് ഹന്ത ഉപേക്ഷസ്വ, എന്നെ ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞു. എന്താ താത്പര്യാർത്ഥ? സീതയാ അനുഭൂതപൂർവാണി നിരന്തര ദുഃഖാനി ഉദ്ദിശ്യ താനി പ്രതി സാ വദതി. സീതയാ ബഹൂനി ദുഃഖാനി അനുഭൂതാനി. സീതയുടെ ജീവിതകാലത്തിൽ ആരംഭാത് അദ്യപ്രഭൃതി അദ്യയാവത്ത് സീതയാ മഹാന്തി ദുഃഖാനി അനുഭൂതാനി. സീത അനുഭവിച്ച ദുഃഖങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അത്രയും ദുഃഖങ്ങൾ അനുഭവിച്ച ആ സീതയുടെ അനുഭൂതപൂർവാണി നിരന്തര ദുഃഖാനി, പൂർവം അനുഭൂതാനി അനുഭൂതപൂർവാണി, മുൻപ് അനുഭവിച്ചതാകുന്ന നിരന്തര ദുഃഖങ്ങളെ ഉദ്ദിശ്യ, താനി ഉദ്ദിശ്യ, അവയെ ലക്ഷ്യമാക്കിക്കൊണ്ട് താനി പ്രതി, അത്തരം ദുഃഖങ്ങളോട് സാ വദതി, സീത ഉക്തവതി. സാ വദന്തി അസ്തി. കിം വദന്തി അസ്തി സാ? എന്താണ് അവൾ പറയുന്നത്? ഹേ തീക്ഷ്ണശരാഹ, അല്ലയോ മൂർച്ചയേറിയ ശരങ്ങളെ. ആ ദുഃഖങ്ങളൊക്കെ ഒരു കാലത്ത് മൂർച്ചയേറിയ ശരങ്ങളായിരുന്നു. ആ ശരങ്ങളെല്ലാം സീതയുടെ ഹൃദയത്തിൽ വന്ന് തറയ്ക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ മുറിവേറ്റ് ഇപ്പൊ സീതയുടെ മനസ്സ് മരവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി മുറിവേൽക്കുകയില്ല. തീക്ഷ്ണശരാഹ ഭവന്തഃ പ്രതിനിവർത്തന്ത, അല്ലയോ തീക്ഷ്ണശരങ്ങളെ, നിങ്ങൾ മടങ്ങിക്കൊള്ളുക. ഇതഃപരം മാം ക്ലേശയിതും ഭവന്തഃ ന പ്രഭവന്തി. ഇനിയും എന്നെ, ഇതഃപരം ഇതിനു ശേഷവും, മാം ക്ലേശയിതും എന്നെ ദുഃഖിപ്പിക്കുന്നതിനായിട്ട് ഭവന്തഃ ന പ്രഭവന്തി ഭവത്സു ശക്തി നാസ്തി. ശരങ്ങളെ, നിങ്ങളിൽ ശക്തിയില്ല, നിങ്ങൾക്ക് കഴിയുകയില്ല. കഠിനാനി ദുഃഖാനി അനുഭൂയ
മമ മനസഹ ജഡത, കഠിനങ്ങളാകുന്ന അതികഠിനങ്ങളാകുന്ന ദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ ജഡത വികാരരഹിത അവസ്ഥ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു തരത്തിലുള്ള വികാരം എന്ന് വെച്ചാൽ എന്താർത്ഥം? എക്സ്പ്രഷൻ നേരത്തുള്ളൂ. എന്താണ് എക്സ്പ്രഷൻ? എന്ത് തരത്തിലുള്ള എക്സ്പ്രഷനും, അത് ദുഃഖമായിക്കൊള്ളട്ടെ, സന്തോഷമായിക്കൊള്ളട്ടെ, ഏത് തരത്തിലുള്ള വികാര പ്രകടനമായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള വികാരങ്ങളൊന്നുമില്ല. എന്താണ് ശരിക്കും നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട് എവിടെ നിന്നായിരിക്കും? നമ്മുടെ എക്സ്പ്രഷൻ നിന്നായിരിക്കും, അല്ലെ? നമ്മുടെ വികാരത്തിൽ നിന്നായിരിക്കും. അത്തരം വികാരങ്ങളൊന്നുമില്ല. കാരണം ഇനി സീതയ്ക്ക് പ്രവൃത്തികളേ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന വികാരരഹിത അവസ്ഥ സഞ്ജാത, എനിക്ക് അത്തരം വികാരങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് ഞാനിതാ മാറിക്കഴിഞ്ഞിരിക്കുന്നു. താദൃശം മനഃ പുനഃ ദുഃഖേന ക്ഷതിം ന പ്രാപ്നുയാത്. അത്തരത്തിലുള്ള എൻ്റെ മനസ്സ് വീണ്ടും ദുഃഖം കൊണ്ട് ക്ഷതം അല്ലെങ്കിൽ ക്ഷതി, എന്തെങ്കിലും ഒരു തരത്തിലുള്ള വേദനയെ ന പ്രാപ്നുയാത്, അത് നേടുകയില്ല. ഏവം മൃതതുല്യാം മാം നേതും ലോകചക്രേണ പ്രയത്നഃ ന കാര്യഃ. ഇങ്ങനെ ചത്ത് കിടക്കുന്ന ഒരാളെ, മനസ്സുകൊണ്ട് മരിച്ചു കിടക്കുന്ന ഒരാളെ നയിച്ചു കൊണ്ടുപോകുന്നതിനായിട്ട് ഈ ലോകചക്രം പ്രയത്നിക്കേണ്ടതില്ല. സീതാം തത്രൈവ തെക്ത്വ, സീതയെ അവിടെ തന്നെ ഉപേക്ഷിച്ച് ലോകചക്ര പുരോഗാമീ ഭവതു, ആ ലോകചക്രം മുന്നോട്ട് പോയിക്കൊള്ളട്ടെ. സീതയ്ക്ക് ശേഷം ഇനിയും അനേകം സീതമാർ ജനിക്കാനിരിക്കുന്നു. അത്തരം സീതകളെയൊക്കെ ഇനിയും തീക്ഷ്ണശരങ്ങളാകുന്ന ദുഃഖങ്ങൾ ബാധിക്കുക തന്നെ ചെയ്യും. ആ സീതകളുടെയൊക്കെ മനസ്സ് മരവിക്കുക തന്നെ ചെയ്യും. അവരൊക്കെ ഇത് ഏറ്റുപാടുകയും ചെയ്യും എന്ന് മനസ്സിലാക്കിയ സീത ഇതാ പറയുന്നു, ഹേ ലോകചക്രമേ പുരതോ ഭ്രമ, നീ മുന്നോട്ട് തന്നെ സഞ്ചരിച്ചാൽ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടെ വായിച്ചിട്ട് ഒരു ശ്ലോകം കൂടി ഇന്ന് നോക്കാം. വിശിഖാഹ നിശിതാ വിരമ്യതാം ക്ഷതമേയാത് സ്ഥിമിതം നമേ മനഃ പുരതോ ഭ്രമ ലോകചക്രമാം ത്യജ സീതാമിഹ താം ഹതാമഹോ. അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദ്വിതീയം ശ്ലോകം പ്രതി പ്രവിശാമഃ. നഹി ദേഹിനീം ശോഭനം ഭവേത് ചരിതാർത്ഥേ സതി ജീവിതം പുനഃ സുതരാം നടനേ സമാപിതേ സച രംഗാത് വിരമേത് കുശീലവഃ. നഹി ദേഹിനീ ശോഭനം ഭവേത് ചരിതാർത്ഥേ സതി ജീവിതം പുനഃ സുതരാം നടനേ സമാപിതേ സച രംഗാത് വിരമേത് കുശീലവഃ. നഹി ദേഹിനി ശോഭനം ഭവേത് ചരിതാർത്ഥേ സതി ജീവിതം പുനഃ സുതരാം നടനേ സമാപിതേ സച രംഗാത് വിരമേത് കുശീലവഃ. നഹി ദേഹിനി ശോഭനം ഭവേത് ചരിതാർത്ഥേ, ഭവേത് ചരിതാർത്ഥേ, ഭവേത് ചരിതാർത്ഥേ സതി ജീവിതം പുനഃ സുതരാം നടനേ സമാപിതേ സച രംഗാത് വിരമേത് കുശീലവഃ. സീത കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ആ ആശയത്തെ ഒന്നുകൂടെ ഒന്ന് സാധൂകരിക്കുകയാണ്, അതിനൊന്നുകൂടെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യുകയാണ്. എന്താ പറയണേ? ദേഹിനി ചരിതാർത്ഥേ സതി പുനഃ ജീവിതം ശോഭനം നഹി ഭവേത്, അല്ലെങ്കിൽ നഹി ശോഭനം ഭവേത്. നടനേ സുതരാം സമാപിതേ സതി സകുശീലവഃ രംഗാത് വിരമേത്. ദേഹിനി, ദേഹി, ദേഹി എന്നുള്ള പദത്തിന് എന്താർത്ഥം? ദേഹി, ദേഹ ശബ്ദത്തിന് എന്താർത്ഥം? ശരീരം ഇത്യർത്ഥഃ. ദേഹ അസ്യ ഇതി ദേഹി, ഈ ശരീരത്തെ ധരിക്കുന്നവൻ. ആരാ ഈ ശരീരത്തെ ധരിക്കുന്നത്? ഈ ശരീരത്തെ ധരിക്കുന്നത് ആരാ? ഈ ശരീരം ധരിക്കാൻ എന്താ? ഡ്രസ്സാണോ? അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സിനെ ധരിച്ചിരിക്കുന്നത് ആരാ? എൻ്റെ ശരീരമാണ്. അപ്പം എൻ്റെ ശരീരത്തെ ധരിക്കുന്നത് ആരാ? ആത്മാ. അങ്ങനെ ഒരു മാവുണ്ട് നമ്മുടെ ഉള്ളിൽ. എന്ത് മാവാണ്? ആത്മാവ്. എന്താ ഈ ആത്മാവ്? ആത്മാവ് എന്ന് വെച്ചാൽ ആത്മാവിന് നാശമില്ല, ആത്മാവിന് പ്രായമാവില്ല, ആത്മാവിനെ ഒന്നും ബാധിക്കില്ല എന്നൊക്കെയാണ് ലക്ഷണം പറഞ്ഞേക്കണേ. ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? സിംപ്ലി ഞാൻ പറഞ്ഞുതരാം.
1-ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കാം, ഓർമ്മയുണ്ടോ 1-ാം ക്ലാസ്സിൽ പഠിച്ചത്? യെസ്. അപ്പോൾ 1-ാം ക്ലാസ്സിൽ ഫസ്റ്റ് ദിവസം ടീച്ചർ ക്ലാസ്സിൽ ചോദിക്കാം, എന്താ കുട്ടിയുടെ പേര് ചോദിച്ചു. അപ്പോൾ കുട്ടി എണീറ്റ് പറഞ്ഞു, ടീച്ചർ ഞാൻ സാന്ത്വന പറഞ്ഞു, അല്ലേ? അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന കുട്ടി എണീച്ചിട്ട് പറഞ്ഞു, ടീച്ചർ ഞാൻ അനന്തലക്ഷ്മി പറഞ്ഞു. അതിനിടയ്ക്ക് ആദിത്യയോട് ടീച്ചർ പേര് ചോദിച്ചിട്ടുണ്ട്. അവൻ അന്നും പറയില്ല എന്നും പറയില്ല, അനങ്ങില്ല. അപ്പം അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ആ സാന്ത്വന +1 10 വർഷം കഴിഞ്ഞ് +1 +1 വീണ്ടും ക്ലാസ് ടീച്ചർ വന്നു. പുതിയ ക്ലാസ് ടീച്ചറാണ്. പുതിയ ക്ലാസ് ടീച്ചർ സാന്ത്വനയോട് പേര് ചോദിച്ചു, എന്താ പേര്? ടീച്ചർ ഞാൻ സാന്ത്വന. ചിരിച്ചു. സാന്ത്വന ചിരിക്കുമല്ലോ. അനന്തലക്ഷ്മിയോട് പേര് ചോദിച്ചു. ടീച്ചർ ഞാൻ അനന്തലക്ഷ്മി പറഞ്ഞു. ആദിത്യയോട് പേര് ചോദിച്ചു. പണ്ടുമില്ല എപ്പോഴുമില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. എന്താ മനസ്സിലായത്? 1-ാം ക്ലാസ്സിൽ നിങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്ന യൂണിഫോം എന്തായിരുന്നു? മറ്റേ ഉടുപ്പായിരുന്നു, അല്ലേ? പെൺകുട്ടികൾ ഫ്രോക്കും ആൺകുട്ടികൾ ട്രൗസറും ഒക്കെ ആയിരുന്നു. ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾ ഇടുന്നത് കോട്ടും ഒക്കെയുള്ള യൂണിഫോമാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ വലിപ്പം മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലും നിങ്ങൾ മറുപടി പറയുന്ന സ്റ്റൈലും ഒക്കെ മാറി. എന്താ മാറാതിരുന്നത്? നിങ്ങളുടെ പേരല്ല മാറാതിരുന്നത്. ഇപ്പോൾ നിങ്ങൾ പേരെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ 1-ാം ക്ലാസ്സിൽ സാന്ത്വനയായിരുന്നു, ഞാൻ ഇപ്പോഴും സാന്ത്വനയാണ്, പേര് മാറിയില്ലല്ലോ. അതല്ല മാറാതിരുന്നത്. എന്താണ്? ആദ്യം അവസാനം ഞാൻ എന്ന് പറയുന്ന സാധനം മാറിയില്ല. എന്താ ഈ ഞാനെന്ന് പറയുന്ന സാധനം? എന്നെ വിളിക്കാനാണ് സാന്ത്വന എന്നുള്ള പേര് ഉപയോഗിക്കുന്നത്. സോ ആ പോയിന്റഡ് പേഴ്സൺ ഉണ്ടല്ലോ, സാന്ത്വന എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്ന വ്യക്തി 1-ാം ക്ലാസ്സിൽ ഒരാളായിരുന്നു, 10-ാം ക്ലാസ്സിൽ ഒരാളാണ്, 11-ാം ക്ലാസ്സിൽ ഒരാളാണ്. സാന്ത്വന ഇനി ആരുടെ കൈകൊണ്ട് തല്ലുകൊണ്ട് ചത്തില്ല എന്നുണ്ടെങ്കിൽ 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ 90ാമത്തെ വയസ്സിലും സാന്ത്വന എന്ന് പറയുന്ന ആ നാമധേയത്തിനുടമയാകുന്ന വ്യക്തി ആരായിരിക്കും? ആ സാന്ത്വനയായിരിക്കും. പക്ഷെ സാന്ത്വന 90ാമത്തെ വയസ്സിൽ ശരീരം ചുക്കിച്ചുളിഞ്ഞിരിക്കാം, പല്ലുകൾ നഷ്ടപ്പെട്ടിരിക്കാം, മുടി നരച്ചു പോയിരിക്കാം, എഴുന്നേൽക്കാൻ വയ്യാതായിരിക്കാം. സാന്ത്വനയുടെ കാര്യം മാത്രമല്ല, 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഏതാണ്ട് എല്ലാവരുടെയും കാര്യം തന്നെയാണ്. ശരീരത്തിന് മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ 1-ാം ക്ലാസ്സിലെ ആ വ്യക്തി തന്നെയാണ് 90ാം വയസ്സിൽ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ളത്, അല്ലേ? അപ്പോൾ ഈ ശരീരത്തിന് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉള്ളിൽ മാറ്റമില്ലാതെ തുടരുന്ന ഒന്നുണ്ടല്ലോ, അതാണ് ആത്മാ എന്ന് പറയുന്നത്. ആ സാധനത്തെയാണ് നമ്മൾ ദേഹി എന്ന് പറയാം. ദേഹം മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം നമ്മൾ ഇന്നലെ ഇട്ട ഡ്രസ്സ് ഇന്നിടില്ല, അല്ലേ? കുറച്ച് പേരൊക്കെ ഇടാറുണ്ട്, കുളിക്കാറില്ല. കുളിക്കണോട്ടോ ശ്വേത? അപ്പോൾ ഈ കുറേ പേര് കുളിക്കില്ല, ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഡ്രസ്സ് മാറുമ്പോഴും നമ്മൾ മാറുന്നില്ല. അതുപോലെ ശരീരത്തിൻ്റെ അവസ്ഥകൾ മാറി വരുമ്പോൾ, ബാല്യം, കൗമാരം, യൗവനം എന്നുള്ള അവസ്ഥകളൊക്കെ മാറി വരുമ്പോഴും ആ ശരീരത്തെ ധരിക്കുന്നവനായിട്ട് ഉള്ളിലൊരു വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തിയാണ് ദേഹി. ആ ദേഹിക്ക് ആണ് ചാരിതാർത്ഥ്യം, അല്ലെങ്കിൽ ആ ദേഹിക്കാണ് വികാരങ്ങളെല്ലാം. എങ്ങനെയാണ് ആ വികാരങ്ങൾ വരുന്നത് എന്നാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട എല്ലാ എക്സ്പ്രഷൻസും അത് ശാരീരികമായിട്ടുള്ള, അതായത് കേൾക്കുക, മണക്കുക, കഴിക്കുക, ഇതൊക്കെ ആയിക്കൊള്ളട്ടെ, മാനസികമായിട്ടുള്ള ചിന്തിക്കുക, ഓർക്കുക എന്നുള്ള പ്രവൃത്തികളായിക്കോട്ടെ, ഇതെല്ലാം സംഹൗ കണക്റ്റഡ് ടു ദാറ്റ് ദേഹി ആണ്. ആ ആത്മാവിനോട് എങ്ങനെയോ കണക്റ്റഡ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ആത്മാവിൻ്റെയാണ് പ്രവൃത്തികളെല്ലാം, ആത്മാവിൻ്റെ ചോദന ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രവൃത്തിയെല്ലാം. അപ്പം എന്താവും? അതിൻ്റെ റിസൾട്ട് കുറച്ചൊക്കെ ആത്മാവ് സ്വീകരിക്കുന്നുണ്ടാവും. അപ്പം ആത്മാവിന് കുറേ പ്രവൃത്തി ചെയ്യണമെന്നുണ്ട്. ഈ പ്രവൃത്തിയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് എന്ത് മനസ്സിലാവും? ഈ ചെയ്യുന്ന പ്രവൃത്തിയിലൊന്നുമല്ല കാര്യം, വാട്ട് ഐ നീഡ് ഈസ് പീസ് ഓഫ് മൈൻഡ് എന്ന് മനസ്സിലാവും. എന്ത് മനസ്സിലാവും? എനിക്ക് ആകെ വേണ്ടുന്നത് സമാധാനമാണെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളോട് പറയാറുണ്ടല്ലോ, കുറച്ച് സമാധാനം തരുമെന്ന്. എന്തുകൊണ്ടാണ്? അവർക്ക് തിരിച്ചറിവുണ്ടായി, ഇതിനൊന്നും ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്ന്. ഇതുപോലെ പലതരം പ്രവൃത്തികൾ ചെയ്തിട്ടും അവസാനം മനസ്സിന്, ആത്മാവിനൊരു തൃപ്തി വരും. ആ തൃപ്തിയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? ശാന്തമായി ഇരിക്കുകയാണ് വേണ്ടതെന്ന് മനസ്സിലാവും. ഇതേ തിരിച്ചറിവ് സീതയ്ക്കും ഉണ്ടായി. സീത പലതരം പ്രവൃത്തികളിലൂടെയും പലതരം ജീവിത സന്ദർഭങ്ങളിലൂടെയും കടന്നുപോയതിന് ശേഷമാണ് സീത കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്, മുന്നോട്ട് പൊക്കോളൂ, ഞാൻ മരിച്ചിരിക്കുന്നു എന്ന്, മനസ്സുകൊണ്ട് മരിച്ചിരിക്കുന്നു എന്ന്. ഇവിടെയും സീത ഇതാ തുടരുന്നു. ഈ ദേഹിനി, ഈ ശരീരത്തിൽ, ഈ ആത്മാവിൽ, ശരീരത്തിൽ എന്നല്ല ആത്മാവിൽ, ചരിതാർത്ഥേ സതി, ഈ ആത്മാവ് ചരിതാർത്ഥത്തോടു കൂടിയതായി തീർന്നാൽ. ചരിതാർത്ഥം എന്താർത്ഥം?
അർത്ഥത്തിലേക്ക് ചരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന വസ്തുവിനെ നേടിക്കഴിഞ്ഞാൽ, അതാണ് ചാരിതാർത്ഥ്യം എന്ന് പറയും അല്ലേ. ചാരിതാർത്ഥ്യം എന്ന് കേട്ടിട്ടുണ്ടാവില്ല, കേൾക്കണമായിരുന്നു. ചാരിതാർത്ഥ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം ചെയ്യേണ്ടുന്ന പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, തൃപ്തി. ആ തൃപ്തിയാണ് ചാരിതാർത്ഥ്യം. അപ്പം ദേഹി, ആത്മാവ് എന്ന ആ ആത്മാവ് ഈ ശരീരത്തെ ധരിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഈ ആത്മാവ് ശരീരത്തെ ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്ക് എഴുതണം. ആരുടെ ആവശ്യമാണ് എഴുതുക എന്നുള്ളത്? ശരീരത്തിൻ്റെ ആവശ്യമേ ഇല്ല. ശരീരത്തിന് ഒറ്റ ആവശ്യമുള്ളൂ, കിടന്നുറങ്ങണം. ഈ ആവശ്യം മാത്രമേ ഉള്ളൂ. വെറുതെ ഇരുന്നാൽ ശരീരത്തിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. എഴുതണം എന്നുള്ളത് ആരുടെ ആവശ്യമാണ്? ആത്മാവിൻ്റെ ആവശ്യമാണ്. അതിനുവേണ്ടി ആത്മാവ് കയ്യിനെയും പേനയും ഒക്കെ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ അർത്ഥങ്ങളിലേക്ക് ചരിക്കുന്ന ആത്മാവ് ആ അർത്ഥത്തെ നേടിക്കഴിഞ്ഞാൽ, ചെയ്യേണ്ടുന്ന പ്രവൃത്തിയെ ചെയ്തു കഴിഞ്ഞാൽ ചാരിതാർത്ഥ്യത്തെ പ്രാപിക്കും. അങ്ങനെ ആത്മാവ് ചരിതാർത്ഥമായി കഴിഞ്ഞാൽ പുനഃ അതിനുശേഷം ജീവിതം നഹി ശോഭനം. ഈ ശരീരത്തെ ഗ്രഹിച്ചതിലൂടെ നാം ചെയ്യേണ്ടുന്ന പ്രവൃത്തികളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. മതി, അത്രേ വേണ്ടൂ. പിന്നെ ഭാരമാണ്, വെറും ഭാരമാണ്. കുറേ മനുഷ്യന്മാരുണ്ട് ഇപ്പോഴേ ഭാരമായിട്ടുള്ളവർ. എന്താണ്? അവർ ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും ചെയ്യുന്നില്ല, ശരീരം ഗ്രഹിച്ച് മുണ്ടാണ് നടക്കുക. അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയണേ. മഹാത്മാക്കളായിട്ടുള്ള ഒട്ടനവധി പേര് അവരുടെ ശരീരത്തെ ഉപേക്ഷിച്ച് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ശങ്കരാചാര്യരെ പോലുള്ളവർ 32ാമത്തെ വയസ്സിൽ ശങ്കരാചാര്യരുടെ സമാധിയായി. എന്താ കാര്യം? 32 വയസ്സുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്തു തീർക്കാവുന്ന പരമാവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തീർത്തിരുന്നു. അദ്ദേഹം മരിച്ചതുകൊണ്ട് ലോകത്തിനൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം ലോകത്തിന് സഹസ്രാബ്ദങ്ങളോളം നീണ്ടു നിൽക്കാനുള്ള വസ്തുതകൾ അദ്ദേഹം നൽകിയിട്ടാണ് പോയത്. ഇങ്ങനെ മഹാത്മാക്കളൊക്കെ അല്പപ്രായത്തിൽ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതം കൊണ്ട് അവരെന്ത് നേടണോ അത് നേടിക്കഴിഞ്ഞു. സീതയും അതാണ് പറയുന്നത്, ദേഹിനി ചരിതാർത്ഥേ സതി. ആത്മാവിന് ചാരിതാർത്ഥ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പുനഃ ജീവിതം നഹി ശോഭനം. പിന്നീട് ജീവിക്കുക എന്നുള്ളത് ശോഭനം നഹി. ശോഭനം ഉചിതമല്ല, നല്ലതല്ല, ജീവിക്കേണ്ട കാര്യമില്ല. അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കൂടി. ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല അല്ലേ? ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെ, ഈ ആത്മാവ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഒരർത്ഥത്തെ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ വരുന്നതാണ്. ആ അർത്ഥത്തെ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ആത്മാവിനെയും വെച്ചുകൊണ്ടിരിക്കുന്നതിലൊരു കാര്യമില്ല. വല്ലതും മനസ്സിലായോ? മലയാളത്തിൽ അർത്ഥം മനസ്സിലായി, പക്ഷെ പറഞ്ഞാൽ എന്താണെന്ന് കാര്യം മനസ്സിലായില്ല. അതിന് വേണ്ടിയിട്ട് സീത ഒരു ജസ്റ്റിഫിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. സിംപ്ലി പറഞ്ഞാൽ, ഒരു സിനിമ, ഓക്കെ, സിനിമയിൽ നായകൻ മോഹൻലാൽ, മമ്മൂട്ടി, സൂര്യ, വിജയ്, ആരോ ആട്ടെ, ഒരു നായകൻ. മിക്കവാറും സിനിമകളിൽ, മിക്കവാറും എന്നല്ല 95% സിനിമകളിൽ നായകൻ്റെ പ്രത്യേക ഉദ്ദേശം എന്താ? വില്ലനെ തോൽപ്പിക്കുക. വില്ലൻ്റെ ഉദ്ദേശവും തോൽക്കുക. ആയിക്കൊള്ളട്ടെ. അപ്പോൾ നായകൻ ആയി അഭിനയിക്കുന്ന മോഹൻലാൽ എന്ന വ്യക്തി, മമ്മൂട്ടി എന്ന വ്യക്തി നായകൻ്റെ വേഷത്തെ ധരിക്കുകയാണ് അല്ലേ? നായകനായിട്ട് അയാൾ അഭിനയിക്കുകയാണ്. ഏതുവരെ അഭിനയിക്കും? വില്ലനെ കൊന്ന് ആ സിനിമയുടെ കഥ എത്രത്തോളം ഉണ്ടോ അതുവരെ അഭിനയിക്കും. സിനിമയൊക്കെ കഴിഞ്ഞു, ഓക്കെ, വീട്ടിൽ പോകാൻ നിൽക്കാം. എല്ലാവരും വീട്ടിൽ പോകാൻ നിൽക്കാം. അപ്പോൾ ഡയറക്ടറോട് പോയിട്ട് സിനിമയത്തെ ഡയലോഗ് അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ ഒരു നാടകം ഉണ്ടായിരുന്നു. ആ നാടകത്തിൽ ഒരാൾ പഴശ്ശിരാജയായിട്ട് അഭിനയിച്ചത്. പഴശ്ശിരാജയായിട്ട് മറ്റേ ഫുൾ സെറ്റപ്പായിട്ട് കച്ചയൊക്കെ കെട്ടി വാളൊക്കെ ആയിട്ടാണ് പഴശ്ശിരാജയായിട്ട് അഭിനയിക്കുന്നത്. നാടകം കഴിഞ്ഞു, നാടകം ഗംഭീരമായി, എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. പിറ്റേ ദിവസവും ഇയാൾ ഈ കോസ്റ്റ്യൂം അഴിക്കാതെ പഴശ്ശിരാജയായിട്ട് ചന്തയ്ക്ക് വന്നാൽ എന്ത് സംഭവിക്കും? ഒന്നുകിൽ നാട്ടുകാരെല്ലാവരും കൂടി അയാളുടെ കോസ്റ്റ്യൂം അഴിക്കും, അല്ലെങ്കിൽ പിന്നീട് ജന്മത്ത് അയാൾ പഴശ്ശിരാജയാവില്ല, അയാളെ എല്ലാവരും കൂടിയിട്ട് വേറെ ഏതെങ്കിലും രാജാവാക്കി മാറ്റും. എന്താ സംഗതി? ഈ നമ്മൾ പലതരം റോളുകൾ ഭരിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരേ സമയം മകളാണ്, മകനാണ്, സുഹൃത്താണ്, ചേച്ചിയാണ്, അനിയനാണ്, ഇങ്ങനെ പലതരം റോളുകൾ വഹിക്കുന്നുണ്ട്. ഈ റോളുകളൊക്കെ ഒരു നാടകത്തിൽ നമ്മൾ എടുക്കുന്ന ക്യാരക്ടർ പോലെ തന്നെയാണ്. ഷേക്സ്പിയറിൻ്റെ ഡയലോഗ് കേട്ടിട്ടില്ലേ? ലൈഫ് ഇസ് എ ഡ്രാമ. ഈ ജീവിതം ഒരു നാടകമാണ്. അപ്പം ജീവിതം നാടകമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലതരം റോളുകൾ അഭിനയിക്കണം അല്ലേ? നമ്മൾ നാടകത്തിലാണെങ്കിൽ അഭിനയിക്കില്ലേ? അതുപോലെ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ റോള് കഴിഞ്ഞു, നമ്മുടെ ഡയലോഗ് കഴിഞ്ഞു, ആ സീനിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി എന്ത് ചെയ്യണം? മിണ്ടാന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോണം. അല്ലാതെ അവിടെ നിന്നിട്ട് എനിക്ക് വല്ലതും കിട്ടുമോ എന്ന് പറഞ്ഞ് നോക്കിയെന്ന് ആൾക്കാർ കൂവി തോൽപ്പിക്കും. ആ നാടകം മുഴുവൻ കൊളോ. സോ നമ്മളൊരു റോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ റോളിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ ബാക്ക് സ്റ്റേജിലേക്ക് പോകണം, മാറിപ്പോണം. അപ്പോൾ സീത പറഞ്ഞു, എനിക്കിനി ഒന്നും ചെയ്യാനില്ല,
ലോകചക്രം മുന്നോട്ട് പോയിക്കോട്ടെ, എന്നെ ഉപേക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? അതാണ് സീത ഇവിടെ പറയുന്നത്. നടനെ സുതരാം സമാപിതേ. നടനം അഭിനയം. അഭിനയെ അതിതരാം സുതരാം നിതരാം, വളരെ നല്ല രീതിയിൽ തൻ്റേതാകുന്ന ഭാഗത്തിൻ്റെ അഭിനയം സമാപിതേ സതി, അത് അഭിനയിച്ചു കഴിഞ്ഞാൽ, അവതരിപ്പിച്ചു കഴിഞ്ഞാൽ, സഹ കുശീലവ നടഹ, ആ നടൻ രംഗാത് വിരമേത്, രംഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോണം. അല്ലേ? ഒരു രംഗത്തിൽ നാടകം നടക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ പഴശ്ശിരാജയുടെ നാടകം തന്നെയാണെന്ന് വിചാരിച്ചോളൂ. പഴശ്ശിരാജ മരിക്കുന്ന രംഗം കഴിഞ്ഞു. പഴശ്ശിരാജ മരിച്ച് ബ്രിട്ടീഷുകാരൊക്കെ പഴശ്ശിരാജയ്ക്ക് സല്യൂട്ട് കൊടുക്കുന്നതൊക്കെയാണല്ലോ പഴശ്ശിരാജ സിനിമയിൽ അവസാനത്തെ രംഗം. അവിടെ നിന്ന് മമ്മൂട്ടി എണീറ്റ് വന്നിട്ട് വീണ്ടും 4 ഡയലോഗ് അടിക്കുകയാണ്. എന്ത് തോന്നും നിങ്ങൾക്ക്? ഇയാൾ എന്തായി കാണിക്കണേ എന്ന് തോന്നില്ലേ? എന്താ കാര്യം? പഴശ്ശിരാജ എന്ന കഥാപാത്രത്തിനെ അവതരിപ്പിക്കേണ്ടതാകുന്ന ഭാഗം ആ രംഗത്തിൽ കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അഭിനയിച്ചാൽ എന്താവും? വൃത്തികേടാവും. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. ആത്മാവിന് ചാരിതാർത്ഥ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുക. ആത്മാവ് ചരിതാർത്ഥമായി കഴിഞ്ഞാൽ, ആത്മാവിൻ്റെ ചാരിതാർത്ഥ്യം നേടിക്കഴിഞ്ഞാൽ പിന്നീട് ആ രംഗത്തിൽ നിന്ന് മാറിക്കൊടുക്കുക. സുതരാം നടനെ സമാപിതേ, നടനം വേണ്ട വിധം സമാപിച്ചു കഴിഞ്ഞാൽ സഹകുശീലവ, ആ നടൻ രംഗാത് വിരമേത്, രംഗത്തിൽ നിന്ന് പ്രതിനിവർത്തേത. എന്താ അന്വയാർത്ഥം? ശരീരിണി കൃതകൃത്യേ സതി. ശരീരിണി ആത്മാവിന് കൃതകൃത്യത ചെയ്യേണ്ടുന്നത് ചെയ്തു എന്ന ബോധം വന്നു കഴിഞ്ഞാൽ ഭൂയ ജീവനം പുനഃ അത്രൈവ സമയയാപനം, ജീവനം ഇവിടെ തന്നെ ചെലവഴിക്കുന്ന ആ സമയം ഉചിതം നഹി, അത് ഉചിതമേ അല്ല. നെവർ ഇറ്റ് ഈസ് ഗുഡ്. അഭിനയെ അതിതരാം അവസിതേ സതി, നമ്മുടെ അഭിനയം വേണ്ട വിധം ചെയ്തു കഴിഞ്ഞാൽ സഹ നടഹ വേദികായ വിരമേത്, ആ നടൻ രംഗത്തിൽ നിന്ന് പ്രതിനിവർത്തേത, ഇറങ്ങിപ്പോയിക്കൊള്ളണം. താത്പര്യാർത്ഥ കർമ്മഫലാനി സർവാണി അനുഭൂയ കൃതകൃത്യാ യാ ഭവതി തസ്യാഹ സീതായാഹ പുനഃ ജീവനേന കിമപി ന പ്രയോജനം. കർമ്മഫലാനി സർവാണി അനുഭൂയ, താൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലമുള്ള നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കർമ്മ എന്ന് പറയുന്ന സാധനം നല്ല രസമുള്ള സാധനം കേട്ടോ. ചുമരിലേക്ക് ബോൾ എറിയണ പോലെയാണ്. എത്ര വേഗത്തിലെറിയണം അത്ര വേഗം തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഈ കർമ്മഫലങ്ങളെ മുഴുവൻ അനുഭവിച്ചിട്ട് കൃതകൃത്യായാ ഭവതി, കൃതകൃത്യയായിരിക്കുന്ന, താൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു എന്ന ബോധത്തോടു കൂടി ഇരിക്കുന്നവളായിരിക്കുന്ന ആ സീതയ്ക്ക് തസ്യാഹ സീതായാഹ പുനഃ ജീവനേന കിമപി ന പ്രയോജനം, വീണ്ടും ജീവിക്കുന്നതിലൂടെ എന്ത് പ്രയോജനം? കിമപി ന പ്രയോജനം. യഥാ കശ്ചന നടഹ സ്വകീയം നടനം സമ്യക് സമാപ്യ, എങ്ങനെയാണോ കശ്ചന നടഹ സ്വകീയം നടനം, സ്വന്തം അഭിനയം സമ്യക് സമാപ്യ വേണ്ട വിധം സമാപിച്ചിട്ട് പുനഃ വേദികായാം സ്ഥാതും ന പ്രഭവതി, പുനഃ തത്രൈവ വേദികായാം സ്ഥാതും സഹ ന ശക്നോതി, തഥാ അതുപോലെ തന്നെ ഇത്യാശയ. പൂർവജന്മനി കൃതാനാം കർമ്മണാം ഫലാനി ഉപഭോക്തുമേവ ജീവാത്മാ ശരീരം ധരതി. ഇതൊരു വലിയ തത്വമാട്ടോ. കഴിഞ്ഞ ജന്മം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും, കഴിഞ്ഞ ജന്മം എന്നൊക്കെ പറഞ്ഞ് ഈ സാറെന്തോ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയണം, കഴിഞ്ഞ ജന്മമുള്ളതിന് വല്ല തെളിവുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും. കഴിഞ്ഞ ജന്മം എന്ന് വിചാരിക്കേണ്ട, ഇന്നലെ ഉണ്ടായിരുന്ന അതേ നിങ്ങളാണോ ഇന്ന്? അല്ല. ഇന്നലെ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ ഇനി നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാനേ പോകുന്നില്ല. അത് ഇന്നലത്തോടെ കഴിഞ്ഞു. അപ്പോൾ ഇന്നലത്തെ നിങ്ങൾ വേറെയായിരുന്നു, ഇന്ന് നിങ്ങൾ വേറെയാണ്. അതിനുള്ളിൽ ചേഞ്ച് വരാത്തൊരു സാധനമേ ഉള്ളൂ. അത് ഇന്നലെയും ഇന്നും ഇതിനൊക്കെ കാണുന്ന, ഇതിനോടൊക്കെ പ്രതികരിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്ന വ്യക്തിത്വം മാത്രമേ മാറാത്തുള്ളൂ. ബാക്കിയെല്ലാം മാറുന്നുണ്ട്, സാഹചര്യങ്ങളെല്ലാം മാറുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം മാറുമ്പോഴും ഇന്നലെ നമ്മൾ ചെയ്യാൻ ബാക്കി വെച്ചതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഹോംവർക്കിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ക്ലാസ് കാണുന്ന കാര്യമല്ല പറഞ്ഞത്. ഏത് പ്രവൃത്തിയായാലും കഴിഞ്ഞ ദിവസം നമുക്ക് ചെയ്യാൻ കഴിയാതെ പോയ കാര്യം നമ്മൾ അടുത്ത ദിവസം ചെയ്യും. ഒരിക്കൽ ചെയ്തത് നമ്മൾ വീണ്ടും ചെയ്യില്ലേ? ദിവസവും ഞാൻ 3 നേരം ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവംബർ 19 2020 നവംബർ 19 നിങ്ങൾ ഒരിക്കലേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ, രാവിലെ നേരത്ത്. ദിവസം 5 നേരം ഭക്ഷണം കഴിക്കുന്ന ഒരു കാര്യമല്ല. അത് പിന്നീട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ കഴിഞ്ഞ ജന്മം എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ മൊമെൻ്റ് എന്ന് തന്നെ കണക്കായിക്കോളൂ. ആ മൊമെൻറ്റിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങളെ അനുഭവിക്കുന്നതിനാണ്. പൂർവജന്മനി കൃതാനാം കർമ്മണാം ഫലാനി ഉപഭോക്തുമേവ, കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങളെ അനുഭവിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ജീവാത്മാ ശരീരം ധരതി, ഈ ജീവാത്മാവ് ശരീരത്തെ ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തതുപഭോഗാനന്തരം, ആ കർമ്മഫലത്തെ ഉപഭോഗം ചെയ്തതിന് ശേഷം, ആ കർമ്മഫലത്തെ അനുഭവിച്ചതിന് ശേഷം ശരീരധാരണം ന ഉചിതം,
വീണ്ടും ഈ ശരീരത്തെ ധരിച്ചിരിക്കുന്നതിൽ എന്താ അർത്ഥം? ഉചിതമല്ല. സിംപ്ലി പറഞ്ഞ, ഒരു കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ നല്ലൊരു വമ്പൻ ചുരിദാറൊക്കെ എടുത്തിടും, ഉള്ളതിൽ ഏറ്റവും നല്ല ഡ്രസ്സ് എടുത്തിടും, നല്ല വെയിറ്റൊക്കെ ഉണ്ട്, കുറേ ബീഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, ഏറ്റവും ബെസ്റ്റ് എടുത്തിടും. വീട്ടിൽ വന്നിട്ട് അതന്നെ ഇട്ടുകൊണ്ട് നടക്കുമോ? തൊട്ടടുത്ത കടയ്ക്ക് പാല് വാങ്ങാൻ പോകുമ്പോൾ അതിട്ടുകൊണ്ടാണോ പോവുക? അല്ല. എന്താ കാര്യം? അത് അതിനു വേണ്ടിയുള്ളതാണ്. അത് കഴിഞ്ഞാൽ അത് മാറ്റിയിടണം. അതുപോലെ ഈ ആത്മാവ് ശരീരത്തെ ധരിക്കുന്നത് എന്തെങ്കിലും ഒന്ന് നിവർത്തിക്കുന്നതിനാണ്. ആ നിവർത്തനം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഒരു നടൻ തൻ്റെ അഭിനയം കഴിഞ്ഞാൽ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, അതുപോലെ ഈ ശരീരത്തിൽ നിന്ന് നാം ഇറങ്ങിപ്പോണം. ഇത് ആശയം കുശീലവ ദൃഷ്ടാന്തേന സമർപ്പയതി. കുശീലവ നാമ നടഹ, നടയേവ ദൃഷ്ടാന്ത അത്ര. ഇവിടെ നടനാണ് തെളിവ്, അല്ലെ, ഉദാഹരണം. ആ നടൻ എന്ന ഉദാഹരണത്തിലൂടെ ഈ പറഞ്ഞ തത്വം സീത ഇവിടെ ബോധിപ്പിക്കുകയാണ്. നഹി ദേഹിനി ശോഭനം ഭവേത് ചരിതാർത്ഥേ സതി ജീവിതം പുനഃ സുതരാം നടനേ സമാപിതേ സചരംഗാത് വിരമേത് കുശീലവ. ഇവിടെ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടുന്ന കാര്യത്തിലേ ഉള്ളൂ, സീതയ്ക്ക് വലിയൊരു തിരിച്ചറിവുണ്ടായിരിക്കും. നമുക്കറിയില്ല, നമുക്ക് ഈ തിരിച്ചറിവിൻ്റെ വലിപ്പം മനസ്സിലാവേണ്ടിയാണ്. നത്തിങ് ടു ഡു എന്നൊരവസ്ഥ വരും ജീവിതത്തിൽ. ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള അവസ്ഥ വരും. നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ഇന്ന് ഈ നിമിഷം വരെ നിങ്ങൾക്ക് ബോധം വെച്ചോ, അറിയില്ല, ബോധം വെച്ച മുതൽ നിങ്ങൾ ആലോചിച്ച് നോക്കോ, എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന സ്ഥിതിയില്ല. നമുക്ക് ഫേക്ക് ചെയ്യാൻ പറ്റും. ഓ, ഇനിയിപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാനില്ല, ഞാൻ കിടക്കാൻ പോവാ. എന്താ അർത്ഥം? എന്താ പറഞ്ഞേ? ഒന്നും ചെയ്യാനില്ല, കിടക്കാൻ പോവാ. അപ്പം കിടക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്യാനുണ്ട്, അല്ലേ? പിറ്റേന്ന് എഴുന്നേൽക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്യാനുണ്ട്. പിറ്റേന്ന് എഴുന്നേറ്റ് ഇന്ന് ആവർത്തിച്ച അതേ കാര്യങ്ങൾ വീണ്ടും ചെയ്യുക എന്നുള്ള പ്രവൃത്തി ചെയ്യാനുണ്ട്. ഇതൊന്നുമില്ലാതെ അടുത്ത മൊമെൻറ്റിനെ കുറിച്ച് നിശ്ചിന്തനായിട്ടിരിക്കാൻ പറ്റുന്നൊരു സ്ഥിതിയിലാണ് സീത ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സീതയുടെ ആഴത്തിലുള്ള ചിന്തകൾക്ക് വലിയ വലിപ്പമുണ്ട്. ഓക്കെ, അങ്ങനെ സീതയുടെ 2 ചിന്താശകലങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. വരുന്ന ശ്ലോകങ്ങളിൽ സീത കുറച്ച് പേരെയൊക്കെ സെലക്ട് ചെയ്തിട്ട് നന്ദി പറയുന്നുണ്ട്. ആ സെലക്ഷൻ്റെ ഔചിത്യം, എന്തുകൊണ്ട് സീത അവരെ തന്നെ സെലക്ട് ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ വിശദമായിട്ട് തന്നെ പഠിക്കാം. എന്തുകൊണ്ട് പിന്നെ ഇത്ര വിശദമായിട്ട് ഈ ക്ലാസ് എടുത്തു എന്ന് ചോദിച്ചാൽ, കുമാരനാശാൻ്റെ ചിന്താവിഷ്ടിയായ സീത നിങ്ങളൊന്നും ഈ കാലഘട്ടത്തിൽ ഒരു ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മാത്രം തെറ്റിദ്ധാരണയായിരിക്കാം. നിങ്ങളെടുത്ത് വായിക്കുകയാണ് വേണ്ടത്. സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളെ അതിന് ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ ആ പുസ്തകം എടുത്ത് വായിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൻ്റെ വ്യാഖ്യാനത്തോടു കൂടിയുള്ള പുസ്തകങ്ങളുണ്ട്. എന്നാൽ 99% വിദ്യാർത്ഥികളും അത്തരം പുസ്തകങ്ങളിൽ നിന്ന് അകലം പാലിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇത്രയൊക്കെ കേട്ടിട്ടെങ്കിലും കുമാരനാശാനെ പറ്റിയോ ചിന്താവിഷ്ടിയായ സീതയെ പറ്റിയോ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഞാനും കേട്ടിട്ടുണ്ട് കുറച്ചൊക്കെ കേട്ടോ എന്ന് പറയാനെങ്കിലും നിങ്ങൾക്ക് കഴിയണമെന്നുള്ളത് കൊണ്ടാണ് വിശദമായിട്ട് ഞാൻ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി വരുന്ന ശ്ലോകങ്ങളിൽ ഇതുപോലെ 2 ശ്ലോകങ്ങൾ വീതം ഓരോ ക്ലാസ്സിലായിട്ട് കാണാം. വിശദമായി പോയി ക്ലാസ് ചെയ്യുന്ന എനിക്ക് മനസ്സിലായി, പക്ഷേ സ്നേഹത്തോടെ ഇരുന്ന് കാണാം. ഓക്കെ, അല്ലാതെ ഇപ്പം എന്തിനാണ് ഞാനിപ്പോൾ ഇത്രയും ജൽപ്പനം നടത്തിയത്? അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. രാം രാം.